ഹലോ ഫ്രണ്ട്സ്, ഇതേ നോക്ക്, ഇത് നമ്മുടെ ഡോബർ മോനാണ്. നിങ്ങളെൻ്റെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡോബർ കുട്ടൻ, നാടൻ നായയാണ്. കണ്ട, അവനെന്ത് സ്നേഹമാണെന്നറിയാമോ? മറ്റുള്ള നായകളെ അപേക്ഷിച്ച് നാടൻ നായ്ക്കാണ് ഒരുപാട് അറിവുള്ളത്. നല്ല അറിവാണ്. അവരെ അപ്പുറം കവച്ച് വയ്ക്കാൻ വേറൊരു നായും ഇല്ല എന്നാണ് എൻ്റെ രീതി. പിന്നെ അവളെ നിങ്ങളറിയാലോ, നമ്മളെ ഡയാന രാജകുമാരി. ഇത് നമ്മളെ ഡോബർ രാജകുമാരനാണ്. മറ്റേത് ഡയാന രാജകുമാരി. അവൾ ലാസയുടെ ബ്രീഡാണ് കേട്ടോ. അവൾ എന്താ പറയേണ്ടത്, വളരെ നോട്ടിയാണ്. അവൾക്കിപ്പോൾ 1 വയസ്സായി. എൻ്റെ ഡയാന രാജകുമാരിക്ക് 1 വയസ്സായി. അപ്പോൾ ഡയാന രാജകുമാരിയെ ഇനി ക്രോസ് ചെയ്യിപ്പിക്കാൻ കൊണ്ടൊക്കെ പോകണം. അപ്പോൾ ഡയാന രാജകുമാരി ഭയങ്കര പാലാണ്. ഡയാന രാജകുമാരി മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ആര് വന്നാലും അവൾ ഇണങ്ങും. പക്ഷെ ഒരു പൂച്ച പോവുകയോ പട്ടികൾ പോവുകയോ കിളികൾ പോവുകയാണെങ്കിൽ അവൾ കുരയ്ക്കും. ഇതാണ് അവൾ വ്യത്യാസം. ഇവൾക്ക് മനുഷ്യനെ കാണുമ്പോൾ അവൾക്ക് കുരയിലില്ല. അവൾക്ക് പൂച്ചേനെയും പട്ടീനെയും അവൾക്ക് പക്ഷികളെയും കിളികളെയൊക്കെ കാണുമ്പോൾ അവൾ കുരയ്ക്കും. ഇതാ പോകുന്ന പോക്ക് കണ്ടില്ല, കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണേ പൂമിഴിയാളേ നളതമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങി കാരണം വേണ്ടേ കയറി. ഇതാണ് ഇവളുടെ ഒരു രീതി. എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലെ അമ്മയുണ്ട്. അയ്യോ ഇവൻ കണ്ട, ഇവൻ അതിനേക്കാളും അപ്പുറമാണ്. ഇവൻ എൻ്റെ ചന്തിയൊക്കെ കടിച്ച് പിടിക്കാൻ, ദൈവമേ, എൻ്റെ ചന്തിയൊക്കെ കടിക്കാനായിട്ട് വരുന്നേ. ഇവന് ഇങ്ങനെയാണ് കേട്ടോ. ഇവൻ ഭയങ്കര കുസൃതിയാണ്. ഇതുപോലൊരു കുസൃതി കുടുക്കി ഞാൻ കണ്ടിട്ടില്ല. ഇവർ രണ്ടുപേരും അവളെ എന്താ പറയേണ്ടത്, വായിരിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ പിടിച്ച് പറിച്ച് ഇവ ഉണ്ടല്ലോ, ഈ ഒരു സാധനം വായിരിക്കുന്ന സാധനങ്ങളെല്ലാം പിടിച്ച് വലിച്ചിട്ട് അവളെ വായിൽ നിന്നെല്ലാം കൊണ്ടുപോയി അപ്പുറത്തെ വിളയിൽ കൊണ്ടിടക്കുകയാണ് ഇവൻ്റെ പരിപാടി. അതെ, ഇതപ്പോൾ ആ കൈതാ ഗിവ് മീ യുവർ ഹാൻഡ്. താടാ, അല്ലെങ്കിൽ അടിച്ചു കൈതാടാ കൊയ്യോടാ കൈതരുള്ളൂ. ഒറ്റ കുത്ത് തരുമുണ്ടല്ലോ. ഇത് നമ്മുടെ കുട്ടായി മോനാണ് കേട്ടോ. നമ്മുടെ ചാച്ചുവിൻ്റെ മകനാണിത്. പക്ഷേ ചാച്ചുവിൻ്റെ നിറമല്ല, ഇവന് തള്ളയുടെ നിറമാണ് കിട്ടിയിരിക്കുന്നത്. ചാച്ചു നല്ല എന്താ പറയേണ്ടത്, ഒരു റോസ് കളർ പോലത്തെ ഒരു ഇതാണ്, ചെമ്പൻ കളർ എന്നൊക്കെ പറയില്ലേ. ചാച്ചു നല്ല സുന്ദര കുട്ടനാണ് കേട്ടോ. പക്ഷേ ഇവന് അത്ര സൗന്ദര്യമൊന്നും കിട്ടിയിട്ടില്ല നമ്മുടെ കുട്ടായി. പിന്നെ നാടൻ പൂച്ച ആയതുകൊണ്ട് വളരെ വണ്ണമൊന്നും വെക്കത്തില്ലല്ലോ. പക്ഷേ ചാച്ചു ഒരു നാടൻ പൂച്ചയാണെങ്കിലും പക്ഷേ അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല വണ്ണമൊക്കെ ഉള്ളൊരു പൂച്ചയാണ് അവൻ്റെ അച്ഛൻ. ഇവൻ എപ്പോഴായാലും വണ്ടിയൊക്കെ കണ്ട വണ്ടിയുടെ പുറത്തൊക്കെ കിടക്കാനാണ് ഇഷ്ടം നമ്മുടെ കുട്ടായിക്ക്.